കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശന് ശ്രീമാൻ പിണറായി വിജയൻ അധികാരത്തിൽ വരരുത് എന്നല്ല ആഗ്രഹം. ബി.ജെ.പി. അധികാരത്തിൽ വരാൻ പാടില്ല. ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിലെ ജനദ്രോഹ നയങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ ജനം വേദനിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തയച്ച കോടാനുകോടി രൂപ ഈ കഴിഞ്ഞ 10 വർഷക്കാലം വിവിധ വകുപ്പുകളിലൂടെ എന്തിനെല്ലാമാണ് ചെലവഴിച്ചത് എന്ന് പറയാനോ അത് ചോദിച്ച് അതിനുത്തരം ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനോ പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല. കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് എന്ത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമാൻ വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്? ഏറ്റവും ഘടാഘടിയന്മാരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിർത്തേണ്ടതിനു പകരം മുഖ്യമന്ത്രിയുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ഡീലാണ് ശ്രീമാൻ വി.ഡി. സതീശൻ കണ്ണൂരിൽ നടത്തിയിട്ടുള്ളത്. വി.ഡി. സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കളുടെ മണ്ഡലത്തിൽ KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതയെ, അവിടെ ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനകീയ മുഖമുള്ള വത്സലയെ ഞങ്ങൾ ആ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് 30,000-ലധികം വരുന്ന വോട്ടുകളുണ്ട് എന്ന് ശ്രീമാൻ വി.ഡി. സതീശൻ മറന്നു പോകരുത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് തരാതരം പോലെ, സൗകര്യം പോലെ, ഷർട്ടുമാരി ഊരിയെറിയുന്നത് പോലെ അങ്ങനെ ഗിമ്മിക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോട് മുട്ടാൻ വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് മറുപടി പറയണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റമുണ്ട് എന്ന് കാണുമ്പോൾ വിറളി പിടിച്ച് ഇവിടെ എങ്ങനെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാം എന്നുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന് പകരം മിസ്റ്റർ സതീശൻ, മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം. അവിടെ വത്സല ജയിക്കും. ആ മണ്ഡലത്തിൽ, താങ്കളുടെ മണ്ഡലത്തിൽ ജനകീയ മുഖമുള്ള, നിങ്ങളുടെ പാർട്ടിയിൽ എത്രയോ വർഷക്കാലം പ്രവർത്തിച്ചിട്ടുള്ള വത്സലയെ ജയിപ്പിക്കാൻ ജനം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. ആ വികസനത്തിൻ്റെ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു രീതിയിലും വെപ്രാളപ്പെടേണ്ട. അന്തരീക്ഷത്തിൽ നിന്ന് നൂലിൽ കെട്ടി ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ശ്രീമാൻ വി.ഡി. സതീശൻ്റെ അന്തക രാഷ്ട്രീയ ജനിതകമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കിയാൽ മതി. അത് താങ്കളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് തന്നെ എടുത്ത തീരുമാനമാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു പ്രതിപക്ഷ ലീഡർ, ആ പ്രതിപക്ഷ ലീഡറുടെ ദൗത്യം എന്താണ്? ദൗത്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഓരോ മണ്ഡലങ്ങളെയും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് ആ മണ്ഡലത്തിന് ആപ്റ്റായിട്ടുള്ള ആളുകളെ മത്സരരംഗത്ത് കൊണ്ടുവരിക. ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ ഇവിടെ അദൃശ്യ ശക്തിയായി നിന്നുകൊണ്ട് ഡൽഹിയിൽ നിന്നിറങ്ങി വന്ന ഒരാൾ ഇവിടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളായി ശ്രീമാൻ വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു എന്ന് ഞാനൊരു സൂചന നൽകി. ധർമ്മടത്ത് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കൂട്ടാനാണ്. അപ്പോൾ ആരുമായിട്ടാണ് ശ്രീമാൻ വി.ഡി. സതീശൻ ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്? മറുപടി പറയണം കേരളത്തിലെ ജനങ്ങളോട്. അല്ല, അതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അതിനുള്ള മറുപടിയൊക്കെ അവർ തന്നെ സ്വയം കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്നലെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വിനോദിനിക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ നീറുന്ന ഒരു ചിന്തയായിട്ടുള്ള
മെഡിക്കൽ കോളേജിൻ്റെ, അതായത് ആശുപത്രിയിലെ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഒരു കൈ മുറിച്ചു മാറ്റപ്പെട്ട ഒരു വലിയ ദുരന്തമുണ്ടായിട്ടുള്ള പെൺകുട്ടി, അവളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ആ മെഡിക്കൽ കോളേജിന് റീത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സമരം ഇവിടെ നടക്കുകയുണ്ടായി. ഒന്നും പാലക്കാടില്ല എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വികസന രേഖ ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചയായി ഇവിടുത്തെ വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരുമായിട്ടും ഇവിടുത്തെ ജനങ്ങളുമായിട്ടും അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസുമായിട്ടും ഇപ്പോൾ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായും MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളിവിടെ ആരോഗ്യ മേഖലയ്ക്ക്, പാലക്കാടിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമായിട്ടുള്ള ഒരു വികസന രേഖ, ഒരു വികസന രേഖയുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ അവതരിപ്പിക്കും. 1-2 ദിവസത്തിനുള്ളിൽ എല്ലാ മാധ്യമ പ്രവർത്തകന്മാരും സഹകരിച്ചുകൊണ്ട് ആ വികസന രേഖ എനിക്ക് നിങ്ങളുടെ മുന്നിലാണ് ഞാൻ പ്രകാശനം ചെയ്യുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ മുൻകൂട്ടി ആ വികസന രേഖ വായിക്കാനായിട്ട് ഞാൻ തരാൻ തയ്യാറാണ്. അത് വായിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈ പാലക്കാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾക്ക് കൂടി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് പിന്നീട് ഒരുമിച്ച് ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ ആ മാനിഫെസ്റ്റോ പാലക്കാടിൽ അവതരിപ്പിക്കുന്നത്. ജലസാന്ദ്രത ഏറെ കുറവുള്ള ഈ പാലക്കാടിൻ്റെ മണ്ണിൽ കർഷകർ വളരെ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പാലക്കാടിൻ്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയാൽ അവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ സൗജന്യ വിലയ്ക്ക്, അവർക്ക് എന്താ പറയുക, വിത്തും വളവും, അവർക്ക് ഏത് കൃഷി ചെയ്യണം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനും പഠിക്കാനും മുഖ്യമന്ത്രിയുടെ ഒരു ടീം നേരിട്ട് കർഷകരിലേക്ക് എത്തുന്ന നോളജ് പാർട്ട്ണറെ കൊടുക്കുന്ന സംവിധാനം ഗുജറാത്തിൻ്റെ മോഡലായിരുന്നു. ഗുജറാത്തിൽ നിന്ന് അത് സ്റ്റാലിൻ ഏറ്റുവാങ്ങി. സ്റ്റാലിൻ വേറെ പാർട്ടിക്കാരനാണെങ്കിൽ കൂടി, എന്നാൽ ഇവിടുത്തെ കർഷകർ അവരുടെ നെല്ല് കൊടുക്കുമ്പോൾ അതിന് വില കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത, കർഷകരോട് ദ്രോഹം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റും അവരെ ചിന്തിക്കാത്ത ഒരു പ്രതിപക്ഷവും. പ്രസംഗത്തിൽ മാത്രമല്ലല്ലോ, പ്രവൃത്തിയിലും വേണ്ടേ. ഏതെങ്കിലും ഒരു തവണ ഈ കേരളത്തിൽ നിന്ന് മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇവിടുത്തെ കേന്ദ്രത്തിൻ്റെ കാർഷിക വകുപ്പ് മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ ആയതിനു ശേഷം ഒരു പ്രൊജക്റ്റ് പോലും ഈ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. ഈ മേഖലകളെയെല്ലാം പഠിച്ചു പരിശോധിച്ചുകൊണ്ട് BJP ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കും. ഞാൻ ഇവിടെ ഒരു ഡീല് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളും മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യരോടും ഞാൻ സംസാരിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 30 വർഷം പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന നിങ്ങളുടെ കൂടി പ്രശ്നങ്ങൾ കേരള നിയമസഭയിൽ പറയാൻ ആഗ്രഹമുള്ള ഒരാളാണോ, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണോ കേരള നിയമസഭയിലേക്ക് പോകേണ്ടത്, അതോ 1 മണിക്കൂർ പോലും പൊതുപ്രവർത്തനത്തിന് വേണ്ടിയോ ജനനന്മയ്ക്ക് വേണ്ടിയോ മാറ്റിവെക്കാത്തവരാണോ കേരള നിയമസഭയിൽ പോകേണ്ടത് എന്ന എൻ്റെ ചോദ്യത്തിന് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർ ഞാനുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ BJPയിൽ നിന്ന് ജയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ഞാൻ പുതിയ ആളുകളെ ഷാളിട്ടുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൂവ്മെൻ്റാണ് പാലക്കാട് നടക്കുന്നത്. പാലക്കാട് വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ ആദ്യ ലാപ്പിൽ തന്നെ ഉണ്ടായപ്പോൾ അതിന് ബദലായിട്ടുള്ള ചില കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനങ്ങളുമായി ഇവിടെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട്, എനിക്കുറപ്പുണ്ട് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും സന്തോഷത്തോടു കൂടി BJPയുടെ വിജയം പ്ലസ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ 10-30 വർഷമായി, ഇനി ഞാൻ കേസ് വാറണ്ടായി. എങ്ങനെ പെട്ടെന്ന് കേസ് വാറണ്ടായി? ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. അന്ന് മത്സരിച്ചപ്പോൾ ഇല്ലാത്ത എന്ത് വാറണ്ടാണ് എനിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? എന്നാൽ കേസ് വാറണ്ടായി. ഞാൻ നാളെ മലപ്പുറത്ത് പോകും. മലപ്പുറത്ത് ആ കേസിൽ ജാമ്യമെടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു വരും. ഞാൻ 2 എൻ്റെ നോമിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇനി ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗത്തെയും പ്രസ്താവനകളെയും ഒക്കെ ഭയപ്പെടുന്ന കേരളത്തിൻ്റെ ചില മനസ്സിൽ വികാസമില്ലാത്ത ആളുകൾ ഇനി ഒരു അറസ്റ്റ് നാടകം ഉണ്ടാക്കിയിട്ട് വെറുതെ എന്തിനാണ് മാധ്യമപ്രവർത്തകർ വേറെ എവിടെയെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ ഓടി വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം തന്ത്രപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കേസ് ഞാൻ എന്തായാലും ജാമ്യമെടുക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ പോയി കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു കേസ് ജാമ്യമെടുത്തു. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വീഴുകയാണ് കേസുകൾ. 10-35 കേസുകളുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ഭയന്നതുകൊണ്ടല്ല, പക്ഷേ
നിങ്ങളുടെ ഉൾപ്പെടെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ദിവസത്തെ സമയം കളഞ്ഞുകൊണ്ട് നാളെ മലപ്പുറം കോടതിയിലേക്ക് പോകും.